ഞാൻ ഒരുപാട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അത് അച്ഛൻ്റെ സ്ഥലമാറ്റത്തിനനുസരിച്ചിട്ടാണ്, എൻ്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടല്ല. പയ്യോളി ഹൈസ്കൂളിൽ ഞാൻ ഒന്നുകൂടി പറയാം, 1 മുതൽ 2 വരെ കൊയിലാണ്ടി പന്തലായനി സ്കൂളിൽ, 2ൻ്റെ പാതി മുതൽ 3 വരെ ഇവിടെ ഈസ്റ്റ് ജൂനിയർ ബേസിക് സ്കൂളിൽ, 3 മുതൽ 4 വരെ മേലടി മാപ്പിള LP സ്കൂളിൽ, 5 മുതൽ 9 വരെ പയ്യോളി ഹൈസ്കൂളിൽ, 9 പാതി മുതൽ 10 വരെ വടകര BM സ്കൂളിൽ. ഇതായിരുന്നു എൻ്റെ വിദ്യാഭ്യാസ കാല ജീവിതം. അങ്ങനെ ഇരിക്കെ പയ്യോളി സ്കൂളിൽ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ 6ലോ 7ലോ മറ്റോ പഠിക്കുമ്പോഴാണ് ജീവശാസ്ത്രം, അന്ന് ജീവശാസ്ത്രം, ഭൗതികശാസ്ത്രം, പിന്നെന്താ രസതന്ത്രം, അങ്ങനെ 3 പുസ്തകങ്ങളുണ്ട്. ഈ ജീവശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പിറ്റേന്ന് തവളയെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു ബാലക്കുറുപ്പ് മാഷ്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് എനിക്കൊന്നും തവളയൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ താമസിക്കുന്ന സ്ഥലത്തൊന്നും തവളയില്ല. അങ്ങനെ പിറ്റേന്ന് ക്ലാസ്സിൽ ചെന്ന് നോക്കുമ്പോൾ കുട്ടികളെക്കാൾ കൂടുതൽ അറ്റൻഡൻസ് വിളിക്കാൻ തവളകളാണുള്ളത് അതിനകത്ത്. എത്രയാ തവളകൾ, അത് വലിയ വലിയ, ഇന്നൊന്നും നമ്മൾ അത്തരം തവളകളെയൊന്നും കാണില്ല. അമ്മാതിരി പോത്താച്ചി തവളകൾ. അപ്പോൾ ഇപ്പോഴും ഞാൻ അയാളെ കാണാറുണ്ട്. ഏറ്റവും വലിയ തവളയെ കൊണ്ടുവന്ന ഹമീദ്, പള്ളിക്കര സ്വദേശിയാണ്. ഹമീദ് ഒരു വലിയ തവളയെ കൊണ്ടുവന്നു. അതിനെ മാഷ് തിരഞ്ഞെടുത്ത് വെച്ചാൽ അതിനെ ഇങ്ങനെ മലർത്തി കിടത്തി കാർഡ്ബോർഡിൽ കയ്യും കാലും ഒക്കെ ഇങ്ങനെ മുട്ടുസൂചി കൊണ്ട് കുത്തി നിവർത്തി അതിനെ ബ്ലേഡ് കൊണ്ട് കീറി ശസ്ത്രക്രിയ ചെയ്ത് ഞങ്ങളെ പഠിപ്പിക്കുകയാണ് ജീവശാസ്ത്രം. ഇതിൻ്റെ പേരൊക്കെ ഇപ്പോഴും ഗ്രസനി എന്നൊക്കെയാണ്, ഗ്രസനി എന്നൊക്കെയാണ് ഇതിൻ്റെ ആന്തരിക അവയവങ്ങളുടെ പേര്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നു. ഇതൊന്നും തലയിൽ നിൽക്കില്ല, പക്ഷെ കൗതുകമാണ് ഇതിനെ കീറി മുറിക്കുന്നതിൻ്റെ കൗതുകം. പിൽക്കാലത്താണ് അതിൻ്റെ വേദന മനസ്സിലായത്. അതിനെ കീറി മുറിച്ചു മാസ്രിദ്, ഇതാണ് രസനി, ഇതാണ് ഗ്രസരി, ഇതാണ് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇതിനെ ഒന്ന് തുന്നിക്കെട്ടിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തുന്നിക്കെട്ടിയപ്പോൾ അതിന് ജീവൻ വെച്ചു, അത് പെടഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി. കീറി മുറിക്കുമ്പോഴും ഞങ്ങൾക്ക് സന്തോഷം, ഇത് പെടയുമ്പോഴും ജീവൻ വെച്ച് ജീവൻ കിട്ടി പെടയുമ്പോഴും ഞങ്ങൾക്ക് സന്തോഷം. അപ്പോൾ ഇതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പം മാഷ് പറഞ്ഞു, പയ്യോളി സ്കൂളിൻ്റെ പിറകിൽ വലിയ കുളമുണ്ട്, ചിറയുണ്ട്, അതിൽ ഉപേക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ ഞങ്ങളെല്ലാം അങ്ങനെ സന്തോഷത്തോടുകൂടി ജാഥയായിട്ട് പോയിട്ട് ആ കുളത്തിലേക്ക് ഈ തവളയെ ഇറക്കി വെച്ചു. തവള ഒന്ന് നീന്തി പിന്നെയും ഒന്ന് ചലിക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ അത് ആണ്ടുപോയി. ഞങ്ങൾ തിരിച്ചു പോരുകയും ചെയ്തു. സന്തോഷമായി അതിനെ ഉപേക്ഷിച്ചല്ലോ. അത് ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കഥയൊക്കെ എഴുതുന്ന ആളായി മാറി. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ തൃശ്ശൂരിലെ ഒരു ഹോട്ടലിൽ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ എൻ്റെ കൂടെ ബാലേന്ദ്ര ചുള്ളിക്കാടും. അപ്പം അവിടെ എഴുതി വെച്ചിരിക്കുന്നു ടുഡേ സ്പെഷ്യൽ തവള ഇറച്ചി. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ വളരെ കൗതുകത്തോടു കൂടി വലിയ ആർത്തിയോടു കൂടി തവള ഇറച്ചി കഴിക്കുകയാണ്. അപ്പം ഇയാൾ എന്നോട് ചോദിച്ചു, നിനക്ക് തവള ഇറച്ചി വേണമെന്ന് ചോദിച്ചു. ഞാൻ വേണ്ട, ഞാനിതുവരെ കഴിച്ചിട്ടുമില്ല. പക്ഷെ എനിക്കത് കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ ഓർമ്മ പിന്നോട്ട് പോയി, ഈ തവളയിലേക്ക് എത്തി. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, അന്ന് പയ്യോളി ഹൈസ്കൂളിൻ്റെ പിന്നാമ്പുറത്തെ കുളത്തിലേക്ക് ഇറക്കി വിട്ട തവള എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാകുക? ഹമീദ് പള്ളിക്കര എന്നുള്ള വിദ്യാർത്ഥി പള്ളിക്കരയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന തവളയെ പയ്യോളി ഹൈസ്കൂളിൻ്റെ പിന്നിലെ കുളത്തിലിട്ടാൽ ആ തവളക്ക് അതിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമോ? അത് എത്തിയിട്ടുണ്ടാകുമോ? അതൊരാൺതവളയായിരുന്നു. അതിന് അതിൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും കാണാൻ സാധിച്ചിട്ടുണ്ടാകുമോ? ഈ ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ആണ് ആ കഥയുണ്ടായത്. അത് തിരിച്ചു പോകുന്നു, അത് അതിൻ്റെ വീട്ടിലെത്തുന്നു, അതിൻ്റെ ഭാര്യയെ കാണുന്നു, കുഞ്ഞുങ്ങളെ കാണുന്നു, അവരോട് കാര്യം പറയുന്നു. ഇതാ ഞാൻ കുട്ടികൾക്ക് മുമ്പിൽ ഒരു പാഠ്യവസ്തുവായി. ഒരിക്കലും മനുഷ്യരാശിയെ വെറുക്കരുത്, മനുഷ്യരെ, കുട്ടികളെ വെറുക്കരുത്. അവർക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ എന്നെ സമർപ്പിച്ചു. ഈ ഒരു ആശയം ഉള്ളിൽ വന്നപ്പോൾ ആണ് അങ്ങനെ ഒരു കഥ ഉണ്ടായത്.